ഹലോ മക്കളെ, സൗന്യ മിസ് ഹിയർ. അപ്പോൾ നമുക്ക് ക്ലാസ് 6 മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് എന്ന് തോന്നുന്നൊരു ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് അല്ലേ, വരകളും കോണുകളും. അപ്പോൾ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്സാം എന്ന് പറയുമ്പോൾ എല്ലാ നിലവാരക്കാരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ലൈൻസ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എത്രയാണ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അല്ലെങ്കിൽ കോണ് എന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കിക്കോളാം, ഇവിടെ 70 ആണ്, 70 അല്ലേ, 70 ഡിഗ്രി. അപ്പോൾ അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും, 70 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്ര വേണം, മൊത്തത്തിൽ 180 ആണ് വേണ്ടത്. മൊത്തത്തിൽ എത്ര വേണം, 180 വേണം അല്ലേ. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ്, 70 ഡിഗ്രി. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 180യിൽ നിന്ന് അല്ലേ, എന്ത് ചെയ്താൽ മതിയടാ, 180യിൽ നിന്ന് 70 മൈനസ് ചെയ്താൽ മതി. 180യിൽ നിന്ന് 70 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്രയാ, 110 ഡിഗ്രി അല്ലെങ്കിൽ 110 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാ, 110. നമുക്കിപ്പോൾ ഇത് രണ്ടും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നില്ലേ, കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺ എന്തായിരിക്കും, ഈ ഒരു കോൺ എന്തായിരിക്കും, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതും എന്തായിരിക്കും, 110 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ അറിയണം, ഒന്നുമില്ല. നിങ്ങൾ ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇവിടെ 70 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർക്കോണും അതേ ആംഗിൾ തന്നെയായിരിക്കും, അതേ കോൺ തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ എത്ര ഉണ്ട് നോക്കണം, 180 ആണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 180യിൽ നിന്ന് ഈ തന്ന ആംഗിൾ മൈനസ് ചെയ്താൽ ഇപ്പുറത്തെ ആംഗിൾ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണെന്ന് വെച്ചിട്ട് വിട്ട് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പം ഇവിടെ 40 തന്നിട്ടുണ്ട്. നമുക്കിവിടെ 2 ആംഗിൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ബട്ട് ഈ ഒരു വര കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്രയാണ് ഡിഗ്രി അല്ലേ, അത് റൈറ്റ് ആംഗിൾ ആണല്ലേ, റൈറ്റ് ആംഗിൾ ആണല്ലേ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആദ്യം കണ്ടെത്തുന്നത്, ഇവിടെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി കിട്ടി, ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ അല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്, എങ്ങനെ കണ്ടെത്താം, യെസ്, നമുക്ക് ഈ 90 + 40 ആദ്യം ആഡ് ചെയ്യാം അല്ലേ. എത്രയുണ്ടാവുക, 130. ഇനി നമുക്കറിയാം മൊത്തത്തിൽ എത്രയാ, 180യിൽ നിന്ന് 130 മൈനസ് ചെയ്താൽ എത്രയാണ്, യെസ് 50 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്, 50 ഡിഗ്രി. ജസ്റ്റ് ഇത് 3ഉം ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 180 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പം ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു കോൺ എത്രയായിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു കോൺ എത്രയായിരിക്കും, ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, ഇവിടെയും 50 ആയിരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഓപ്പോസിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ആംഗിൾ വരിക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ളൊരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റും സിമ്പിളും ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാലും ഒന്നും കൂടി പഠിച്ചു വെക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബേസിക്കായിട്ട് 2 കാര്യം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ, നമ്മൾ എതിർവശത്തുള്ള കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു മൊത്തത്തിൽ ആംഗിൾ എത്രയാണ്, 180 എന്നുള്ളൊരു ഡിഗ്രിയാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മറക്കാൻ വേണ്ടി പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലായിക്കോളാം അത് 90 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിസ്സിൻ്റെ പേരറിയോ, മിസ്സിൻ്റെ പേരറിയെങ്കിൽ ജസ്റ്റ് മിസ്സിൻ്റെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈൽ തരണം കേട്ടോ. ഓക്കെ, ബൈ.